നമസ്കാരം. നാളെ ശനി പ്രദോഷമാണ്. പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. ഇന്നേ ദിവസം ഭഗവാനെ നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. എന്നാൽ ഭഗവാനെ ആരാധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇന്നേ ദിവസം പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് കൂടി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന സമയത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് ഭഗവാനോട് നിങ്ങൾ എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. എത്ര തന്നെ പ്രയാസമേറിയ കാര്യങ്ങളാണ് എങ്കിലും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. കൂടാതെ നാളെ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം ശുദ്ധിയോടെ തന്നെ ഇരിക്കുക എന്നതാണ്. മത്സ്യവും മാംസവും ലഹരിയും നാളത്തെ ദിവസം ഒഴിവാക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഭഗവാന്റെ മന്ത്രങ്ങൾ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. നാളെ ചെയ്യേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെ കുറിച്ചാകുന്നു. തിഥി ആരംഭിക്കുന്നത് ജനുവരി 11 രാവിലെ 8:21 അവസാനിക്കുന്നത് ജനുവരി 12 രാവിലെ 6:33 വൈകുന്നേരം പ്രത്യേകമായി തന്നെ വിളക്ക് വയ്ക്കുക എന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. വിളക്ക് വയ്ക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം വിളക്ക് തെളിയിക്കുവാൻ. ശനിയാഴ്ച പ്രദോഷം വരുമ്പോൾ അതിനെ ശനി പ്രദോഷം എന്ന് വിളിക്കുന്നു. ശനിയാഴ്ച ഭരിക്കുന്ന ശനി ഭഗവാൻ അഥവാ കർമ്മഗ്രഹം ഭഗവാനെ ആരാധിക്കുകയും അഥവാ ശനിദേവനെ നമ്മൾ ആരാധിക്കുകയും ഒരു ശനി പ്രദോഷത്തിൽ ശിവന് നിങ്ങൾ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പാപങ്ങൾ കർമ്മഫലങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വാസം. ശനി അഥവാ ശനിയുടെ ദേവനാണ് സാക്ഷാൽ ശിവൻ. പരിവർത്തനത്തിന്റെയും നാശത്തിന്റെയും അധിപൻ ശിവൻ തന്നെയാകുന്നു. അതേസമയം ശനിയുടെ നാഥൻ കൂടിയാണ് സാക്ഷാൽ പരമശിവൻ. തെറ്റായ വഴികളിലൂടെ നേടിയ വ്യക്തിയുടെ പ്രശസ്തി, യോഗ്യതകൾ എന്നിവ നശിപ്പിക്കുകയും ഒരു വ്യക്തിയിൽ സത്യസന്ധതയും വിശ്വാസവും പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അതവരെ മികച്ച വ്യക്തിത്വങ്ങളാക്കി മാറ്റും. ഈ പരിവർത്തനമാണ് പരമശിവനിൽ എത്തിച്ചേരുവാനുള്ള പരമമായ മാർഗം. ഇതിനാൽ ശനി പ്രദോഷത്തിന് പ്രത്യേകമായ പ്രാധാന്യവും നൽകിയിരിക്കുന്നതാകുന്നു. മഹാദേവനോട് അടുക്കുവാനും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു ചേരാനും ശനി പ്രദോഷ നാളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതീവ ശുഭകരമാണ്. വർഷം മുഴുവൻ ഫലം ലഭിക്കുന്നതാണ് എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ആദ്യ ശനി പ്രദോഷം കൂടിയാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഒരിക്കൽ എടുത്താലും മതിയാകുന്നതാണ്. സ്വർഗവാതിൽ ഏകാദശി നോൽക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലെടുത്ത് ശനി പ്രദോഷം ആചരിക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം അതിനാൽ ഈ വിശേഷപ്പെട്ട ദിവസം ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. നിങ്ങൾ വ്രതം എടുക്കുന്നവരാണ് എങ്കിലും എടുക്കാത്തവരാണ് എങ്കിലും ഈ കാര്യങ്ങൾ തീർച്ചയായും വീടുകളിൽ ചെയ്യുക. വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കണം. മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം കൂടി ജപിക്കുക. ഓം ഹ്രീം നമഃശിവായ. ഈ മന്ത്രം 108 നിങ്ങൾ ജപിക്കുക. പലരും നിത്യവും ജപിക്കുന്നതായ മന്ത്രമാണ്. വളരെ വിശേഷപ്പെട്ടതായ മന്ത്രം കൂടിയാകുന്നു. ഈ മന്ത്രം 108 നിങ്ങൾ ജപിക്കണം. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഈ സമയം നിങ്ങൾക്ക് അനിവാര്യവുമാണ്. കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അതായത് ഈ സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് തന്നെ ഈ മന്ത്രജപം നടത്തുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യം കൂടിയാകുന്നു. ശിവക്ഷേത്രത്തിൽ ദീപാരാധന ഇന്നേ ദിവസം തൊഴാൻ സാധിക്കുന്നത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. കാരണം
നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമങ്ങൾ, ദുരിതങ്ങൾ പരിഹരിക്കപ്പെടാനും നിങ്ങൾ ആവശ്യപ്പെടുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കാനും ഇപ്രകാരം ഭഗവാനെ ആരാധിക്കുന്നതും ഈ സമയം ദർശനം നടത്തുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്ക് വഴിപാടും നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം നടത്തുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട വഴിപാടുകൾ തന്നെയാണ് ഇത്. അതോടൊപ്പം ഭഗവാന് കൂവളമാല കൂടി സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. സർവ ഐശ്വര്യങ്ങളാണ് ഫലമായി വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിൽ തീരാത്തതായ ദുരിതങ്ങളുണ്ട് എങ്കിൽ അതിന് അവസാനമാകും എന്ന കാര്യവും ഓർക്കുക. തീരാ ദുരിതങ്ങൾ പോലും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ശിവക്ഷേത്രത്തിൽ നിന്നും ഭസ്മം വീടുകളിൽ കൊണ്ടുവരുന്നതും അവ പ്രത്യേകമായി സൂക്ഷിക്കുകയും ശുദ്ധിയുള്ളിടത്ത് സൂക്ഷിച്ച് നിത്യവും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ ഭസ്മം അണിഞ്ഞ് ഭഗവാനെ ആരാധിക്കുന്നത്, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഇത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാണ്. തീർച്ചയായും നാളെ ഈ കാര്യം ചെയ്യുവാൻ മറക്കാതിരിക്കുക. കൂടാതെ നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. കൂടാതെ ശംഖുപുഷ്പം വീടുകളിലുണ്ട് എങ്കിൽ നീല ശംഖുപുഷ്പം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാരണം ശനിദേവനും മഹാദേവനും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണ് ശംഖുപുഷ്പം. അതിനാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിലെ ഒരംഗമെങ്കിലും തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. പരാമർശിച്ചിരിക്കുന്നതായ വഴിപാടുകൾ കൂടി നടത്തി പ്രാർത്ഥിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുന്നതോ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നതോ ഏറ്റവും വിശേഷവുമാകുന്നു. തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാന്റെ നടയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്രകാരം ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കൂടാതെ നാളത്തെ ദിവസത്തിന് അത്രമേൽ പ്രാധാന്യം ഉള്ളതിനാൽ തന്നെ, അതായത് പാർവതി ദേവിയും പരമശിവനും അത്രമേൽ സന്തോഷത്തിൽ ഇരിക്കുന്നതായ ആ സമയം നിങ്ങൾ എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ ഈ സമയം സന്ധ്യാസമയത്ത് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ എത്തുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് തന്നെ ദർശനം നടത്തുക.